ഈ സമയത്ത് മിസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ലൈഫില്? മിസ് ചെയ്യുന്നത് ഇവൻ ട്വിൻസ് ആണ്. അപ്പം ഇവന്റെ കല്യാണ സമയമായപ്പോഴേ എനിക്ക് ആ ഒരു ഭയങ്കരമായിട്ട് ആ ഒരു ഫീലിംഗ് വന്നു. അച്ചു അത് അന്നേരം ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടത്തുകൂടെ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു വിഷമം. പറഞ്ഞു ചിരിപ്പിച്ചതാണ്, നമ്മൾ പറഞ്ഞിട്ടാണ് ചിരിപ്പിച്ചത്. അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ്. അവര് വന്നിട്ട് പറയണ ഇങ്ങനെ ഈ കൊച്ചിനെ, ഈ പാവം പിടിച്ച കൊച്ചിനെ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ചില കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവള് വന്ന് കയറിയ ആ കുടുംബം കലക്കും, ഇവരുടെ ബോണ്ട് ഇല്ലാതാക്കും, അങ്ങനെയൊക്കെയുള്ള കമന്റ്സ് വരുമ്പം ഭയങ്കരമായിട്ട് അനുവിന് വിഷമം വരും. ചിരിച്ചില്ലെന്ന് പറഞ്ഞാൽ ചിരിച്ച് ചില കമന്റ് ഒക്കെ നമുക്ക് പേഴ്സണലി നമ്മളെ ടച്ച് ചെയ്യും. ഒരാഴ്ച മുന്നേ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തലേ ദിവസം റിസപ്ഷൻ ഏകദേശം 10:45 വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലൊക്കെ ക്ഷീണമായിരുന്നു മെയിനായിട്ട്. ഞങ്ങളൊരു ഡ്രീം ആയിരുന്നു അത് കല്യാണം. പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അവരുടെ എല്ലാം മുമ്പിൽ ഞങ്ങൾ ഒന്നായി തീരണമെന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമായിരുന്നു. അച്ഛൻ നമ്മുടെ സപ്പോർട്ടോടെ. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ലക്കി ഫാമിലി എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ കാര്യം വീട്ടിൽ അറിഞ്ഞപ്പോ ഫ്രണ്ട്സിനായിരുന്നാലും അതിശയായിരുന്നു. ആ ഫാമിലിയിലായിട്ടാണോ പോണെ. പിന്നെ അമ്മ, അച്ഛൻ, ചേച്ചി എല്ലാരും ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. പുതിയതായിട്ട് വന്നൊരു മരുമോളായിട്ടല്ല അമ്മ നോക്കണേ, കാണണേ. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാഷ്വലായിട്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്താലും സപ്പോർട്ടാണ് ചേച്ചി എല്ലാരും. അതുകൊണ്ട് എനിക്ക് വലിയ സ്ട്രെസ് ഒന്നും കൊടുക്കണ്ട. ചേച്ചിയായിരുന്നാലും ചേട്ടനായിരുന്നാലും ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിവുണ്ടെങ്കിൽ നല്ല പ്രോത്സാഹനം തരണം. പഠിക്കാനാണെങ്കിൽ അങ്ങനെ, അഭിനയിക്കാനാണെങ്കിൽ അങ്ങനെ. ചേട്ടൻ്റെ കൂടെ സീരിയസ് ചെയ്തു വഴക്കൊക്കെ കിട്ടും, അത് സ്വാഭാവികം. വഴക്കൊക്കെ പറയും. പിന്നെ നമ്മൾ ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. എൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഈ പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് പറയാൻ അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. അന്നേരം അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ കൊച്ചു വന്നിട്ട് പറഞ്ഞ്, പിന്നെ ആൻറ്റി പിന്നെ പെൺഭാവയാണ് ആൻറ്റി എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നി ആ ഭൂമി വളർന്ന് താഴോട്ട് പോകുന്നു. അതിനെ ഞാൻ അവിടെ കിടന്ന് അമ്മയുടെ ആഗ്രഹം നടന്നേ, അമ്മയുടെ ആഗ്രഹം അതിനിടയ്ക്ക് ഞാൻ ഇതാണ് പറഞ്ഞോണ്ട്, ബാക്കി എല്ലാ പേരും ഞാൻ ഒന്നും അറിയില്ല. അമ്മയുടെ ആഗ്രഹം നടന്നേന്നാണ് ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു അമ്മ പെറ്റ മക്കള് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പരസ്പരം അവർക്ക് ആ ഒരു ധാരണ ഉണ്ടാവൂല. പക്ഷെ അവള് പറഞ്ഞ എല്ലാം ഇവൻ കേൾക്കും. അവന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉടൻ ചെന്ന് എൻ്റെ കൂടെയല്ല പറയണത്, ചേച്ചിയോട് പറയും, ചേച്ചി ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മലയാള പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. കുറേ ആയി ഇവരുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ട്. ആൻഡ് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ പുതിയ കുറേ വിശേഷങ്ങൾ ഇവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പുതിയ അതിഥി ഇവരുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലക്കി ഫാമിലി, സ്വാഗതം. സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയത്. സോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി തന്നെ. ആൻഡ് കുടുംബത്തിൽ നമ്മളൊരു അതിഥി കൂടി ലക്കി ഫാമിലിന്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് പ്രധാന വിശേഷം. സോ കല്യാണ ബഹളങ്ങളൊക്കെ തീർന്നോ? ആദ്യം അവരോട് ചോദിക്കാം, കല്യാണ ചെക്കനോട് കല്യാണ പെണ്ണോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഫീൽ? ഹാപ്പിയാണ്. ആളുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണല്ലേ? കണ്ടിട്ടേ ഉള്ളൂ. ഈ ഫാമിലിയിൽ വന്നപ്പോ ആദ്യത്തെ ഇന്റർവ്യൂ എങ്ങനെയുണ്ട്? ചെറിയൊരു ടെൻഷൻ ഉണ്ട്. നമ്മൾ പതുക്കെ മാറ്റിയെടുക്കുന്നതായിരിക്കും. സോ അമ്മയോട് വെച്ചോണ്ട് ചോദിക്കട്ടെ, കല്യാണം രണ്ടാമത്തെ ഞങ്ങളുടെ എല്ലാ ഇന്റർവ്യൂയിലും ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ചോദ്യം, കിച്ചുവിന്റെ കല്യാണം കിച്ചുവിന്റെ കല്യാണം കഴിഞ്ഞു. ഒരുപാട് പെൺകുട്ടികൾക്ക് വിഷമമായിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട് ഫീല്? പറയൂ. ഫീല് സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. സന്തോഷാണ് അച്ഛാ? സന്തോഷമില്ലാതെ എന്താണെന്നൊക്കെ പറയൂ ആദ്യ ചേച്ചി. ആക്ച്വലി കിച്ചുന്റെ കല്യാണം നമ്മുടെ സത്യം പറഞ്ഞ ഡ്രീമാണ്. എന്റെ ചേട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആൾക്കാരൊക്കെ ഒരുപാട് വിളിച്ച് അങ്ങനെ നടത്തിയിട്ടില്ല. ജസ്റ്റ് നമ്മള് ഒളിച്ചോട്ട കല്യാണം എന്ന് വേണം പറയാൻ. ഒളിച്ചോട്ട കല്യാണം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മള് കല്യാണം കഴിച്ചതാണ്. അപ്പൊ നമുക്ക് പറ്റാത്ത കുറെ കാര്യങ്ങള് കിച്ചുന്റെ കല്യാണത്തോടുകൂടി നമുക്ക് സാധിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഹാപ്പി അല്ലേ? ഓൾറെഡി എല്ലാത്തിനും ചേച്ചിയും ചേട്ടനും ഒരു എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആദ്യം ഇവരോട് പറയാം. സോ ഈ കല്യാണം 2020 തൊട്ടുള്ള ലവ് സ്റ്റോറി പറയാനുണ്ട് ഇവർക്ക്.
ആൻഡ് 2026 തുടക്കത്തിൽ തന്നെ കല്യാണം നടന്നു. സോ ആദ്യം ഇവരോട് ആരോടാ പറഞ്ഞേ ഈ ഒരു പ്രണയം? ചേച്ചിയോടായിരുന്നു. ചേട്ടൻ ചിരിക്കുന്നു. ചേച്ചി വഴി ചേട്ടൻ അറിഞ്ഞതാണോ? അല്ല, കിച്ചു എന്റെ അടുത്താണ് കൂടുതലും കൂട്ട്. ചേട്ടനെക്കാളും എന്റെ അടുത്താണ് കൂടുതൽ കൂടെ. അപ്പൊ അവന്റെ കാര്യം ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, അനുവിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. പിന്നെ വീട്ടില് പറഞ്ഞു, അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു, അനുവിനെ ഇഷ്ടമാണ്, നമുക്ക് കല്യാണം അന്വേഷിക്കാം, പോവാം, വീട്ടിൽ പോയി ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ അവളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം വരെ എത്തിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു നിമിഷം? കാരണം ഇത്ര വർഷം പ്രണയിച്ച് കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അതെന്തായാലും ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളൊരു ഡ്രീം ആയിരുന്നു അത് കല്യാണം. പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അവരുടെ എല്ലാം മുമ്പിൽ ഞങ്ങൾ ഒന്നായി തീരണമെന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമായിരുന്നു. അച്ഛൻ അമ്മയുടെ സപ്പോർട്ടോടെ. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ലക്കി ഫാമിലി എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ കാര്യം വീട്ടിൽ അറിഞ്ഞപ്പോ ഫ്രണ്ട്സിനായിരുന്നാലും അതിശയായിരുന്നു. ആ ഫാമിലിയിലോട്ടാണോ പോണേ. പിന്നെ അമ്മ, അച്ഛൻ, ചേച്ചി എല്ലാരും ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. പുതിയതായിട്ട് വന്നൊരു മരുമോളായിട്ടല്ല അമ്മ നോക്കണേ. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാഷ്വലായിട്ട് ഞങ്ങള് ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് പറയണേ. ഇപ്പൊ ഓൾറെഡി ഒരുപാട് മീഡിയസ്, നിങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങളായിരുന്നു നിറഞ്ഞുകൊണ്ടിരുന്നേ. കല്യാണ വിശേഷം മുഴുവൻ എല്ലാരും അറിഞ്ഞു കല്യാണം കഴിച്ചറിയിച്ചു. എനിക്ക് ആ സമയത്ത് കുറെ നെഗറ്റീവ് വന്നത് അനു എന്താ ചിരിക്കാത്തതായിരുന്നു. ശരി, അതിന്റെ ഒരു റീസൺ എന്താ? ശരിക്കുള്ള കാര്യം എന്തായിരുന്നു? ചിരിക്കാത്തെന്ന് പറഞ്ഞാല് ഞങ്ങള് അതിന് തൊട്ട് ഒരാഴ്ച മുന്നേ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തലേ ദിവസം റിസപ്ഷൻ ഏകദേശം 10:45 വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലൊക്കെ ക്ഷീണമായിരുന്നു. മെയിൻ ചിരിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചിരിച്ച്. അവള് ചിരിച്ചത് സത്യം പറഞ്ഞാൽ അന്നത്തെ ഓൺലൈൻ വീഡിയോസ് എടുത്തില്ലെന്ന് വേണം പറയാൻ. അല്ലാതെ അവള് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ട് അവള് ചിരിച്ച വീഡിയോസ് എല്ലാം ഉണ്ട്. പക്ഷെ അവര് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ആ കാര്യം കൂടെ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ ചാനൽ കൂടെ പറയണമെന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് അനുവിന് വരാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവള് ചിരിച്ചില്ല. ഇപ്പോഴും ആൾക്കാരുടെ എന്ത് വീഡിയോ ഉണ്ടെങ്കിൽ അതിലെ കമന്റ്സ്, ഈ കുട്ടി ചിരിക്കുന്നില്ല, അടുത്ത ഞങ്ങളിട്ട വീഡിയോയില് ഈ കുട്ടി ഇപ്പോഴെങ്കിലും ചിരിച്ചല്ലോ എന്നുള്ള അങ്ങനെയുള്ള കമന്റ്സ് അത് പറഞ്ഞു ചിരിപ്പിച്ചതാണ്. നമ്മൾ പറഞ്ഞിട്ടാണ് ചിരിപ്പിച്ചത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് താല്പര്യം ഇല്ലായിരുന്നു കല്യാണത്തിന്, ഭയങ്കര പ്രസ് ചെയ്തിട്ടാണ് ഈ കല്യാണത്തിന് ഞങ്ങളെ താല്പരിച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിറയെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കമന്റ് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നി. ഞാൻ ലവ് മാരേജ് ചെയ്തിട്ട് പേഴ്സണലി അതിനേക്കാളും സങ്കടം എനിക്കുണ്ട് ചേച്ചി. പിന്നെ ചേട്ടൻ എന്തിനങ്ങനെയൊക്കെ നോക്കണം, നമുക്കറിയാലോ നമ്മുടെ കാര്യം. മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോ ഫേസ് ഒക്കെ ആകെ മാറി ഒരു ആറ്റിറ്റ്യൂഡ് പോലെ ലുക്കായി. എൻഗേജ്മെന്റിന്റെ വീഡിയോയിലും അങ്ങനെയായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പോസ്റ്റ് ആക്കി. അന്ന് തൊട്ട് നെഗറ്റീവ് വന്നു. പിന്നെ അതിനിടയ്ക്ക് നെഗറ്റീവ് മാറി. അവള് സീരീസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും നെഗറ്റീവ് മാറി. വീണ്ടും പിന്നെ ഈ കല്യാണം ആയതോടുകൂടി ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈൻ വീഡിയോസ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും നെഗറ്റീവായി. ആൾക്ക് ഇത് പുതിയതായിരിക്കല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയ ആണ്, നെഗറ്റീവ്സ് വരാം എന്നത് ഓൾറെഡി നിങ്ങൾക്ക് പോകുന്നുണ്ട്. പക്ഷെ അനുവിനെ സംബന്ധിച്ചിടത്ത് ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ചില കമന്റ് ഒക്കെ നമുക്ക് പേഴ്സണലി നമ്മളെ ടച്ച് ചെയ്യും. അതിന് ചേച്ചിയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചില കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവള് വന്ന് കയറിയ ആ കുടുംബം കലക്കും, ഇവരുടെ ബോണ്ട് ഇല്ലാതാക്കും, അങ്ങനെയൊക്കെയുള്ള കമന്റ്സ് വരുമ്പം ഭയങ്കരമായിട്ട് അനുവിന് വിഷമം വരും. പിന്നെ അനുവിന്റെ ഫാമിലിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റ് ഒന്നും ആരും വായിച്ചു നോക്കേണ്ട, മൊത്തം നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആൾക്കാര് പല ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. നമുക്കിപ്പൊ എല്ലാരെയും പിടിച്ച് നമ്മൾ അധികം അങ്ങനെ റിപ്ലൈ കൊടുക്കൂല. പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമുക്ക് അവരുടെ വാ അടയ്ക്കാൻ വേണ്ടിട്ട് പറ്റില്ല. ഇതുപോലെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോ നമ്മൾ എന്താണെന്ന് അവർക്ക് മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കുന്നതല്ലേ. അങ്ങനെ കുറെ പേർക്ക് മനസ്സിലാവുമ്പോ, ഇപ്പൊ ഞാനും അമ്മയും ആയിട്ടുള്ള ആദ്യത്തെ കുറെ റീൽസ് ഉണ്ടായിരുന്നു. അതായത് നിക്കിയെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മയാണ് എന്നെ ഫുള്ള് നോക്കിയത്. ലക്കിനെ അങ്ങനെയായിരുന്നു, എന്റെ ഫാമിലി ഇല്ലായിരുന്നു. അപ്പൊ അമ്മയാണ് 2 ഡെലിവറി കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ആ സമയത്തും പറയുന്നുണ്ട് ഇവര് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നും പിന്നെ ഇതുപോലെ ഇന്റർവ്യൂ വഴിയാണ് മനസ്സിലായത് ആൾക്കാർക്ക് ഞങ്ങൾ എന്താണെന്നുള്ള കാര്യം. പിന്നെ അറിയാന്നുള്ളവർക്ക് അറിയാം, അങ്ങനെയൊക്കെ.
ചേട്ടൻ എന്റെ അച്ഛനെന്താ ഇപ്പൊ ആ കുട്ടി രണ്ടുപേരെ കൊണ്ട് സംസാരിച്ചില്ല പറയുന്നുണ്ടല്ലോ പിന്നെ അതിന്റെ ഇടയ്ക്ക് കയറി പറയണ്ട. അപ്പൊ ചേട്ടൻ എന്ത് തോന്നുന്നു ഇപ്പം? എനിക്ക് സന്തോഷമാണ്. കാരണം വെച്ചാൽ എന്റെ കല്യാണത്തെക്കാട്ടും നല്ലോണം എന്റെ അനിയന്റെ കല്യാണം എടുക്കാൻ പറ്റി. ഞാൻ നല്ലോണം ഹാപ്പിയാണ്. അതിന് വേണ്ടിട്ട് ഇനി ലീവ് ചെയ്യാനെ കിട്ടിയില്ല, വളരെ ലൈറ്റ് ആയിട്ടാണ്. അതിൽ കുറച്ച് സങ്കടമുണ്ട്. ഞാൻ മാക്സിമം നോക്കി, എന്നാലും കിട്ടിയില്ല. കല്യാണത്തിന് ഒരു 3 ദിവസം മുന്നായിട്ടാണ് എത്തിയത്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി കല്യാണം എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹം, നിങ്ങളുടെ ഓൾറെഡി പ്ലാനിങ്ങേ ഉണ്ടാവും, കുറെ വർഷങ്ങളായിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും. സോ ഇപ്പം ചേട്ടന സമയത്ത് ലീവ് കുറവായിരുന്നു, ടോട്ടൽ എങ്ങനെയായിരുന്നു? എല്ലാം ആഗ്രഹിച്ച പോലെ നടത്താൻ പറ്റും? കല്യാണത്തിന് മൊത്തം പ്ലാൻ ചേച്ചിയാണ്. ചേച്ചിയാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാ ഇവന് ഓരോ കാര്യം ഇവളിങ്ങനെ തള്ളി വിടും. എടാ അത് ചെയ്യടാ, ഇത് ചെയ്യടാ, ഇങ്ങനെ. ചിലപ്പോ ഒരു ദിവസം ഫുള്ള് പറഞ്ഞാലേ ഇവ ആ കാര്യം ചെയ്യൂ, എങ്കിലും അവള് വിടൂല. എടാ നീ വാ, നമുക്ക് അങ്ങനെ ചെയ്യാം, ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ, പിന്നെ എല്ലാം മൊത്തം കാര്യം അങ്ങനെയാണ്. അതെ, ഷൂട്ടിന്റെ കാര്യം എന്നാലും ചേച്ചി നേരത്തെ 2 മണിക്ക് എണീറ്റിട്ട് ഇപ്പൊ 4 മണിക്കാണ് പോകുന്നത്. 2 മണിക്ക് എവള് പിന്നെ അവക്കന്ന് ഉറക്കം കൊടുക്കൂല. നമ്മള് കല്യാണത്തിന്റെ ലോഗയിൽ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീറാം മൊത്തം ചേച്ചിയുടെ ഐഡിയ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ പോലും തോന്നില്ല ആ സമയത്ത്. മൊത്തം ചേച്ചിയുടെ ഐഡിയ ആയിരുന്നു. എന്തെങ്കിലും ഒരു വെറൈറ്റി സേവ് ദ ഡേറ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം നമ്മള് ഇട്ടപ്പോഴത്തേനും, അല്ലാതെ BTS ഇങ്ങനെ ഇട്ടപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരാണ് ഇതെന്തോന്ന് അങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞു. ആ സിനിമ എടുക്കാനുള്ള ശ്രമമാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അല്ലാതെ ഔട്ട് ഇറങ്ങിയപ്പോഴത്തേനും മനസ്സിലായി ഇതിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. പിന്നിലൊക്കെ ഓൾറെഡി ഇത് സത്യം പറഞ്ഞ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീഡിയോ ആണെന്ന് ആളുകൾ പറയാറുണ്ട്. ശരിക്കും ഇതിൽ ഓരോരുത്തർ ലക്കാണ്. ഫസ്റ്റ് കിച്ചുടെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എടത്തിയമ്മ ആൻഡ് ചേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാത്തിനും. സോ അതൊരു ഭയങ്കര ലക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനെങ്ങനെയാ കാണണേ കിച്ചു? അതിനൊരു ഭാഗ്യമാണ് ചേട്ടൻ ചേച്ചി കിട്ടിയത്. അവരെ കല്യാണം ഞാനായിരുന്നു മൊത്തം സപ്പോർട്ട്. അപ്പൊ തിരിച്ചങ്ങ് വേണം. ഞാൻ പഠിച്ചതാണ് ചേച്ചിയും പഠിച്ചത്. ചേട്ടൻ എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു, എല്ലാ കാര്യങ്ങളും വിവരങ്ങൾ ചെന്ന് പറയുന്നത് ഞാനായിരുന്നു ചേച്ചി. അങ്ങനെ അവരെ കല്യാണത്തിന് മൊത്തം സപ്പോർട്ട് ഞാനായിരുന്നു. അഭിപ്രായത്തിലൊക്കെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്താണ്. നമ്മളെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവനായിരുന്നു അടിയിൽ കൂടെ പാര വെച്ചോണ്ട് അറിഞ്ഞില്ല. നേരത്തെ തൊട്ട് ഞാനും ചേച്ചിയും കമ്പനി കൂട്ടായിരുന്നു. ഭയങ്കര ശരിക്കും പറഞ്ഞ ശരിക്കും ചേച്ചി അനിയൻ എടത്തിയമ്മ ഫീൽ ആ കറക്റ്റ്. ചില സമയത്ത് ഫ്രണ്ട്സ് പോലെയും അങ്ങനെയൊക്കെ രീതിയിൽ. പിന്നെ കിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. ചിലപ്പോ അമ്മയും അച്ഛനും പറയുന്ന ചില കാര്യങ്ങൾ അവൻ മാറ്റി കളഞ്ഞിരുന്നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഇല്ല, കേൾക്കും. അത് ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇത് പാരന്റ്സിനെ സംബന്ധിച്ചിട്ട് ചോദിക്കട്ടെ, 2 മക്കളും കട്ടൊക്കെ കൂടെ നിൽക്കുക, പരസ്പരം മോട്ടിവേഷൻ കൊടുക്കുക, തളരരുത് അമ്മക്കുട്ടി. ഇപ്പൊ വീഡിയോ ഇട്ടെങ്കിൽ ചേട്ടൻ വിളിച്ചു പറയാം വീഡിയോ ഇടണം, ചേച്ചി അതിന് വഴക്ക് പറയാ. സോ ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ എന്താ തോന്നുക ആസ് എ പാരന്റ്സ് എന്ന നിലയില്? ഇവരുടെ സ്നേഹം കാണുമ്പോൾ എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവള് പറഞ്ഞ് ഞാൻ ചെയ്യിക്കും. ഓരോരോ കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഞാൻ പിന്നെ എനിക്ക് ചിലപ്പോൾ ഇവൻ്റെ കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇവൻ കേൾക്കൂല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ് ഞാൻ ഉടനെ മോളോട് പറയും, പാറു ഇങ്ങനെയാണ്, നീ അവൻ്റെ കൂടി പറയും. കാരണം എന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞ ഇവൻ കേൾക്കും. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു അമ്മ പെറ്റ മക്കള് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പരസ്പരം അവർക്ക് ആ ഒരു ധാരണ ഉണ്ടാവൂല. പക്ഷെ അവള് പറഞ്ഞ എല്ലാം ഇവൻ കേൾക്കും. അവന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉടൻ ചെന്ന് എൻ്റെ കൂടെയല്ല പറയണത്, ചേച്ചിയോട് പറയും, ചേച്ചി ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവൻ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കുന്നത് അവള് തന്നെയാണ്. ഫേസ് മാറുമ്പം പെട്ടെന്ന് അവൻ കണ്ടുപിടിക്കും, എന്ത് പറ്റിയടാ നിനക്ക്, എന്ത് പറ്റി, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം. അതിലൊക്കെ ഞാൻ എന്തോന്ന് നമ്മള് സന്തുഷ്ടരാണ്. ഭാഗ്യാണ്, ഒരു ഭാഗ്യമാണ്. അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ പറ, സംസാരിക്കാൻ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. അവളാണ് ഇതിന്റെ നമ്മുടെ വീട്ടിന്റെ ഇത് ഇത്രയും ദിവസം ഇതുവരെ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ അവള് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മക്കളെക്കാളും ഒരു ഏത് കാര്യത്തിനായാലും എന്തിനായാലും ഒരു ധൈര്യം എന്തിനായാലും അങ്ങനെ അവള് തന്നെ പിടിക്കി. ഇപ്പോഴും ഇങ്ങനെ വീഡിയോ ഇടാതപ്പോ ചേട്ടന്റെ കോള് വരും, ചേട്ടന്റെ പാത പിന്തുടരുന്ന അനിയൻ തന്നെയാണോ? മാറ്റം ഉണ്ടോ അതിൽ എന്തെങ്കിലും? ആര് പറയൂ? മാറ്റമുണ്ട്, കുട്ടികളിയൊക്കെ മാറി തുടങ്ങി. ഒരു ഹസ്ബൻഡ് ആള് കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം ചോദിക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു? ഭയങ്കര മെച്ചുറായ ബോറാണ് ലൈഫ്. അതെ, പഴയ ക്യാരക്ടർ തന്നെ പോണ എനിക്ക്
കേൾക്കുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് പിന്നെ ഇവള് നേരത്തെ അറിയാം, അതുകൊണ്ട് ഇവള് പുറത്തുനിന്ന് വന്നതായിട്ട് ഇതുവരെയും തോന്നില്ല. ഞാൻ ഇന്ന് രാവിലെ അവളോട് പറഞ്ഞ് പിന്നെ ഇവിടെ വന്നതായിട്ട് നമുക്കൊരു ഒരു feeling ഉം ഇല്ല. മെനഞ്ഞാൻ എന്തോ അമ്മയടുത്ത് പറഞ്ഞു ഇവക്ക് എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങ് പോയപ്പോഴത്തേന് ഞാൻ പറഞ്ഞു അനു വന്നതായിട്ടോ പോയതായിട്ടോ ഒരു ഫീലും ഇല്ല. സത്യം. ഇന്ന് രാവിലെ ഞാൻ അവളോട് പറഞ്ഞു, നമ്മള് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ വന്നതായിട്ട് അമ്മയ്ക്ക് ഒരു ഫീലിംഗും തോന്നണില്ല, നിനക്ക് എന്ത് തോന്നണമെന്ന്. അപ്പൊ അവള് പറയുന്നത്, അമ്മ അത് നമുക്ക് പരസ്പരം നേരത്തെ അറിയാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും തോന്നാത്തത് എന്നിങ്ങനെ. പക്ഷെ ഈ ഓൾറെഡി ആഗ്രഹിച്ച പോലെ തന്നെ കല്യാണം ഗംഭീരമായിട്ട് നടന്നു. കുറെ പേര് കമന്റ്സ് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഹിന്ദു വെഡിങ് ആണോ ക്രിസ്ത്യൻ വെഡിങ് ആണോ? അതെന്താ അങ്ങനെ ഒരു ഡൗട്ട് വന്നില്ല. അത് അനുവിന് കാണാൻ ഒരു ഹിന്ദു ബ്രൈഡിന്റെ ആ ഒരു ലുക്ക് അല്ലേ, അപ്പൊ അങ്ങനെയാണ് ആൾക്കാർക്ക് ചോദ്യം. പിന്നെ ഞാൻ ഹിന്ദു ആണ്, അപ്പൊ ചിലവർക്ക് അങ്ങനെ അമ്മ ഹിന്ദു ആണോ എന്നുള്ളൊരിത് അത് ചോദ്യമുണ്ട്. അപ്പൊ ചിലവർ പറയുന്ന അമ്മയും ഞാനും ഹിന്ദു ആണ്, അതുകൊണ്ട് അനു ഹിന്ദു ആയിരിക്കാം, അങ്ങനെയും കമന്റ്സ് ഇടുന്നവരുണ്ട്. മെയിനായിട്ട് കമന്റ് എല്ലാം ഉണ്ട്, ചേച്ചിയുടെ അനിയത്തിയാണ്, എന്റെ അനിയത്തിയാണോ? ശരിയാ, നിങ്ങൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. എന്റെ അനിയത്തിയാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ് കുറച്ച് മനപ്പുറത്തുള്ള സ്നേഹങ്ങളൊക്കെ അങ്ങനെ ഫേസ് സിമിലർ ആയിട്ട് തോന്നാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു യൂട്യൂബ് ഫാമിലിക്ക് വരുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും വ്ളോഗിന്റെ ഭാഗമാവണം, ഓൾറെഡി ക്യാമറക്ക് മുൻപിൽ വരണം. സോ അതിനൊക്കെ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണോ? ഇഷ്ടമുള്ള ഞാൻ ഇപ്പൊ എന്ത് ചെയ്താലും സപ്പോർട്ടാണ് ചേച്ചി എല്ലാരും, അതുകൊണ്ട് എനിക്ക് വലിയ സ്ട്രെസ് ഒന്നും കൊടുക്കണ്ട. ചേച്ചി ആയിരുന്നാലും ചേട്ടനായിരുന്നാലും ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിവുണ്ടെങ്കിൽ നല്ല പ്രോത്സാഹനം തരണം. പഠിക്കാനാണെങ്കിൽ അങ്ങനെ, അഭിനയിക്കാനാണെങ്കിൽ അങ്ങനെ. ചേട്ടൻ്റെ കൂടെ സീരിയസ് ചെയ്ത് സ്വാഭാവികം വഴക്കൊക്കെ പറയും, പിന്നെ നമ്മൾ ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ. ശരിക്കും ഒരു ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഒരു കാര്യം ഒരു ഗേൾ ബേബി വരാന്നാണ്. സോ ഓൾറെഡി ഇതിനെ കുറിച്ച് നമുക്ക് പറയണം. സോ അതിന്റെ ഒരു സന്തോഷം കൂടെ പറയൂ. അതിന്റെ സന്തോഷം പറഞ്ഞ തീരൂല, അത് എങ്ങനെ പറയണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഈ പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് പറയാൻ അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. അങ്ങനെ പിന്നെ ആഗ്രഹിച്ച് അപ്പോൾ ആദ്യത്തെ ആളും ആൺകുട്ടി ആയിരിക്കും എന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് നമ്മൾ നേരത്തെ അവൾ പറയുമായിരുന്നില്ല, അമ്മ ഇത് ആൺകുഞ്ഞാണ് എന്നിങ്ങനെ. അപ്പം ഞാൻ പെൺകുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ സ്വയം സമാധാനിക്കുമായിരുന്നു. അപ്പം അതെങ്ങനെ ആൺകുഞ്ഞായിരുന്നു. പക്ഷെ മോനെ കിട്ടിയപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു സന്തോഷമൊന്നും തോന്നിയില്ല. പക്ഷെ മോളെ കിട്ടിയപ്പോൾ അപ്പോഴും അവൾ ആ സമയത്തും ആ ഡെലിവറി സമയത്തും അവൾ പറഞ്ഞേ, ഇല്ല അമ്മ ഇത് ആൺകുഞ്ഞാണെന്ന്. ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മക്കളെ ഇത് പെൺകുഞ്ഞാണ്, പെൺഭാവയാണെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് പെൺകുഞ്ഞിനാണ് ഭയങ്കര ആഗ്രഹമെന്ന്. മോളെ അമ്മയും അച്ഛനും ഇവള് എല്ലാവരും ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അന്നേരം അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ കൊച്ചു വന്നിട്ട് പറഞ്ഞ്, ആൻറ്റി പെൺഭാവയാണ് ആൻറ്റി എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നി ആ ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്നു. ഭയങ്കര എന്തോന്ന് ഞാൻ പറയാം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. എനിക്കൊന്ന് കണ്ടാ മതി അങ്ങനത്തെ. പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ്, കുഞ്ഞ് നല്ല ഹെൽത്തി ബേബിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്, ഇതൊക്കെ മാത്രമേ പറയുന്നുള്ളൂ അവര്. പക്ഷെ അതിനെ ഞാൻ അവിടെ കിടന്ന് അമ്മയുടെ ആഗ്രഹം നടന്നേ, അമ്മയുടെ ആഗ്രഹം അതിനിടയ്ക്ക് ഞാൻ ഇതാണ് പറഞ്ഞോണ്ടിരുന്നത്. ബാക്കി എല്ലാ പേരും ഞാൻ ഒന്നും അറിയില്ല, അമ്മയുടെ ആഗ്രഹം നടന്നേന്നാണ് ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാരന്റ്സിലത് അത്രയും സന്തോഷം എനിക്ക് പെട്ടെന്ന് അറിയിക്കണം, എനിക്ക് അമ്മയടുത്ത് പെട്ടെന്ന് അറിയിക്കണം. അപ്പം നേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരോടിപ്പോയി അമ്മയടുത്ത് അവര് നേരത്തെ പറഞ്ഞു, ഇങ്ങനെ അമ്മ ഇങ്ങനെ പെൺകുഞ്ഞാണ് എന്നിങ്ങനെ പറഞ്ഞു. ഡോക്ടർ എന്നിട്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ ഒരു ഉമ്മ തന്നിട്ട് പറഞ്ഞ്, കുഞ്ഞമ്മയുടെ ആഗ്രഹം പോലെ. പ്രത്യേകം അമ്മ പറയാൻ പറഞ്ഞു. അത് ഇവളെ വിളികാരനുമാണ്, ഡോക്ടറിനത് മനസ്സിലായി. ഇപ്പൊ ഓൾറെഡി ഇപ്പം ആദ്യത്തെ നമ്മുടെ ലക്കി ഈ ഫാമിലി അങ്ങനെ മാറി അല്ലേ? സത്യം. നിങ്ങളുടെ ഒരു ലൈഫ് പോയൊരു പഴയൊരു പാസ്റ്റ് ഉണ്ട്, ആ ജീവിതത്തിൽ ഒരുപാട് മാറി, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു പ്രതീക്ഷിക്കാതെ. അപ്പൊ ആ ഒരു ലൈഫ് ഒരു ബാക്ക്വേർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നണേ? ആ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ആ യാത്ര എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് ചിന്തിക്കുമ്പോ നമ്മൾ തന്നെയാണോ ഇത്? മനസ്സിലായില്ലേ? നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ മാറി മറിഞ്ഞൊരു ലൈഫാണ്.
അപ്പം അത് ആ വ്യക്തികളൊക്കെ ആണോ നമ്മൾ ഇങ്ങനെയൊക്കെ ആയോ, അങ്ങനെ ചിന്തിക്കുമ്പം നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് തോന്നുന്നത്. അച്ഛനോ? അച്ഛന് ഒത്തിരി ചേഞ്ച് ആയി. അച്ഛന് ഒരുപാട് ഫാൻസ് ഉണ്ട്. എത്ര പുറത്തു നോക്കുമ്പോ ആളുകൾ ഐഡന്റിഫൈ വരാറുണ്ട്, ഒത്തിരി കമന്റ് വരാറുണ്ട്. അച്ഛനെ കാണാനല്ലോ, അച്ഛൻ സൈഡിലായി ഒരുപാട്. അച്ഛനാണ് ഞങ്ങൾക്ക് മെയിൻ. അതെ, ഏതെങ്കിലും വീട്ടിൽ അച്ഛനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഏതൊരു ഇന്റർവ്യൂവിൽ ഫുൾ ഒരു പഴയ ലുക്കിനെ വെച്ച് അമ്മ പറഞ്ഞ ശേഷം എല്ലാവരും പഴയ ഫോട്ടോ കാണാൻ വേണ്ടി എങ്ങനെ ഇരുന്നത്. അല്ല, അത് ഇന്നലെ ഇവള് പറയുന്നുണ്ടായിരുന്നു, അച്ഛന്റെ ബോഡി ജിം ബോഡി. അപ്പൊ അച്ഛൻ പറഞ്ഞു ജിം അല്ല മക്കളെ, തടി വെട്ടാം, ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു. ഓക്കെ, ഇപ്പം ഈ പുറത്ത് പോകുമ്പോ ഏറ്റവും കൂടുതൽ ഇത് ആർക്കാ ഫാൻസ്? ഇപ്പൊ ഓൾറെഡി നിങ്ങൾ വീഡിയോ ചെയ്യേണ്ട എല്ലാവർക്കും ഫാൻസ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ആരെ കുറിച്ചാ? ലക്കീന്ന് ചോദിക്കും. ലക്കിയാണ്. ഗേൾ ഫാൻസ് ആണ് ചേച്ചി. വൈഫ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആരാധകരെ. ഷാദുറ കല്യാണം കഴിഞ്ഞ ശേഷം ഒരുപാട് വിഷമത്തിലുള്ള മെസ്സേജുകൾ വന്നതാണല്ലോ ചോദിക്കാതെ തന്നെ. ഇല്ല, ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി, എല്ലാം അണഞ്ഞു തുടങ്ങി. അതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ അങ്ങ് ശാന്തരായി. നല്ല വിഷമമുണ്ടോ? ഫോളോവേഴ്സ് ഒക്കെ പൊതുവേ ഒരു കല്യാണം കഴിഞ്ഞ വല്ല ഫോളോവേഴ്സ് ഒക്കെ പതുക്കെ ഒന്ന് കുറയാറുണ്ട്. ഫോളോവേഴ്സ് കൂടിയില്ലേ? കൂടി. ഇപ്പൊ ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് പേര് സംസാരിക്കും, മെസ്സേജസ് വരും. ഇപ്പൊ വീട്ടിൽ ഒരാളെ പോലെ കാണുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ഡെയിലി വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ. അപ്പൊ പുറത്തു പോകുമ്പോ ഏറ്റവും മറക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഉണ്ടോ നിങ്ങളുടെ ലൈഫില്? മറക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടതോ സംസാരിച്ചതോ ഒരു മെസ്സേജുകളോ അങ്ങനെ എന്തെങ്കിലും? പുറത്ത് നമ്മള് കോഴിക്കോട് പോയപ്പം, നമ്മള് കോഴിക്കോട് ബീച്ചിൽ പോയപ്പോഴത്തേനും നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ത്രീധനം. അപ്പൊ അമ്മയാണെങ്കിൽ അതില് ഒരു ദുഷ്ട കഥാപാത്രം, ഫസ്റ്റ് തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അമ്മയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അമ്മായിയമ്മ മരുമോൾ എന്നുള്ള രീതിയിലുള്ള ഒരു സീരീസ് ആയിരുന്നു. അപ്പൊ അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിക്കും, ഇങ്ങനെ മരുമോളെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്, അടി വാങ്ങിക്കും എന്നൊക്കെ. എല്ലാരും കൂടെ ഇങ്ങനെ വന്നങ്ങ് കൂടിയിട്ട് അങ്ങനെ എന്നെ നടുക്കാക്കിയിട്ട് അവര് ഭയങ്കര അവർ ശരിക്കും ഉള്ളതാണെന്ന് വിചാരിച്ചിട്ട്. ശരിക്കും അതെങ്ങനെ സീരിയൽസ് ഒക്കെ കണ്ട് സിനിമകളെ കണ്ടിട്ട് ആ അത്രയും ക്യാരക്ടർ അത്രയും ആൾക്കാർ ഉൾക്കൊണ്ടിട്ടാ. അവരുടെ ചേച്ചിമാരെല്ലാം അമ്മ ഇങ്ങനെ വളഞ്ഞിട്ടെടുത്ത് മറന്നിട്ടില്ല ഞങ്ങൾ. ഇല്ല, എനിക്ക് അത് ആ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന്. ഒരു കഥാപാത്രമാണ് അങ്ങനെ ചെയ്തത്. അപ്പം അവര് യഥാർത്ഥം പോലെയാണ് അവര് വന്നിട്ട് പറയണ, ഇങ്ങനെ ഈ കൊച്ചിനെ, ഈ പാവം പിടിച്ച കൊച്ചിനെ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് ശരിക്കും സിനിമ, കാരണം ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, സിനിമ ആഗ്രഹമുണ്ടോ? സിനിമ കിച്ചൊരു ആഗ്രഹമുണ്ട്. സിനിമ ആഗ്രഹമുണ്ടോ? ഞാൻ പറയും ഓഡീഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോണം എന്നൊക്കെ പറയും. ഓഫേഴ്സ് വന്നിട്ടുണ്ടോ അങ്ങനെ സിനിമയിൽ? ഇപ്പൊ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ യൂട്യൂബ് ആയാലും വെബ് സീരീസ് ആയാലും സിനിമയിൽ എത്തിപ്പെടാനാണല്ലോ അവരൊരു വേ കാണുന്നത്. അതിനുവേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ടില്ല. അല്ല, ഷോർട്ട് ഫിലിമിന്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അല്ല ഫിലിമിലോട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ആഗ്രഹമുണ്ട്, മനസ്സിലായി. ചോദിച്ചിട്ടുണ്ടോ ഈ അവസരങ്ങള്? അങ്ങനെ ചോദിച്ചിട്ടില്ല. മനസ്സിലെല്ലാം വച്ചിട്ടുണ്ട്. പുറത്തു കൊണ്ടുവരാൻ സമയം സപ്പോർട്ടാണ്. അത് ഓൾറെഡി പറഞ്ഞു നന്നായിട്ട് അഭിനയിക്കും, ടാലന്റ് ഒക്കെ കണ്ടതാണ്. എന്നാലും ചോദിക്കാം, പാരന്റ്സ് എല്ലാവരും ഉണ്ട്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ കിച്ചണില്? നാളൊക്കെ നല്ല ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേട്ടൻ പറഞ്ഞു തരും. ഇനിയിപ്പോ ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഒരുപാട് കാര്യമുണ്ട് ചേച്ചി, നല്ല സപ്പോർട്ടാണ്. പഠിക്കാനൊക്കെ ആയിരുന്നാലും ഇപ്പൊ എനിക്കൊരു ജോലി വാങ്ങണമെന്ന് അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കാൻ പറയും. മൊത്തത്തില് ചേട്ടൻ നല്ലൊരു ആളാണ്. അത് ജോലി വാങ്ങണമെന്ന് പറയണതിൽ കാരണമുണ്ട്. അവളെ അച്ഛനും വയ്യാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴേ. അപ്പം ആ അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് മകളെ എങ്ങനെ വളർത്തി പഠിപ്പിച്ച് എപ്പോഴും പറയും. അവളെ അച്ഛനും അമ്മയും പറയും അവൾക്കൊരു ജോലി വേണം, ജോലി വേണം. അവള് നന്നാ പഠിക്കും, അപ്പൊ അവളെ പഠിപ്പിച്ചൊരു ജോലി വാങ്ങണം. ആ കാര്യം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. ഇവിടെ വന്നെന്ന് കരുതിയിട്ട് പഠിക്കാൻ പോകാതിരിക്കരുത്, പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഒരു ജോലി വാങ്ങണം, അച്ഛൻ്റെ ആഗ്രഹമാണെന്ന് ഞാൻ പറയും. എൻ്റെ അടുത്ത് അച്ഛൻ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മയും അച്ഛനും അന്വേഷിച്ച് അവിടെ പോയപ്പോൾ എൻ്റെ പറഞ്ഞ്, കുഴപ്പമില്ല, നമുക്ക് സമ്മതമാണ്, നിങ്ങൾ ബാക്കി പഠിപ്പിക്കണം, ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്ന്. ഇത്ര മാത്രമേ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടുള്ളൂ. അതെന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും
സാധിക്കും. എന്തായാലും ജോലി ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. തിരിച്ച് അതുപോലെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം അനുവിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ കിച്ചന്? ഇപ്പൊ ആരാധകരൊക്കെ നോക്കും എന്താണ് അനുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും തിരിച്ചൊന്നും എന്ന് പറയത്തില്ല. ചേട്ടനൊക്കെ ചിരിക്കണോ 2 വർഷം കൂടെ കഴിയട്ടെ എന്നൊക്കെ. ശരിക്കും അല്ല അതിപ്പോ ഇന്ന് ഒരാഴ്ചയിലേ ആയുള്ളൂ. മനസ്സിലായോ? എക്സ്പീരിയൻസിലാണെങ്കിൽ അല്ല നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മളിവിടെ ഉണ്ടല്ലോ. എന്നെ പറഞ്ഞു മാറ്റില്ലേ എന്നൊക്കെ. അല്ല ഞാൻ അവൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ എന്തായാലും 3 പെണ്ണുങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും, അത് നീ സൂക്ഷിച്ചോണ്ട് പറയും. ഓക്കെ. ഇപ്പൊ ഓൾറെഡി ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഏറ്റവും സന്തോഷത്തോടെ പോകുന്ന ഒരു നിമിഷത്തിലൂടെയാണ് പോകുന്നത് എല്ലാവരും. ഈ പറഞ്ഞ പോലെ കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ലൈഫാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങൾ മിസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ലൈഫില്? എനിക്ക് മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയെ മിസ് ചെയ്യും. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം 1 വർഷം കഴിഞ്ഞു. അമ്മ പിന്നെ ഇവൻ്റെ കല്യാണം ഇതിങ്ങനെ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അമ്മയ്ക്ക് അറ്റാക്ക് വന്ന്. അപ്പം അമ്മയെ ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമായിരുന്നു കല്യാണം കൂടണമെന്നും. വീട് പണി പൂർത്തിയായിട്ടില്ല. വീട് പണി അന്നേരം കുറച്ച് പകുതിയായി. അപ്പം വീട് പണി പെട്ടെന്ന് തീരും. എൻ്റെ കൂടി പറയും, മക്കളെ വിഷമിക്കരുത്, അവൻ്റെ കല്യാണമൊക്കെ നടക്കും. അതെനിക്ക് ഭയങ്കര ആ സമയത്ത്. പിന്നെ അതിലുപരി വിഷമം ഉണ്ടായ ഒരു കാര്യം, ഇവൻ ട്വിൻസാണ്. അപ്പം ഇവൻ്റെ കല്യാണ സമയമായപ്പോഴേ എനിക്ക് ആ ഒരു ഭയങ്കരമായിട്ട് ആ ഒരു ഫീലിംഗ് വന്ന്. അച്ചു അത് അന്നേരം ഞാൻ ചിന്തിച്ചത്, ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടത്തുകൂടെ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു വിഷമം തോന്നി. ഓൾറെഡി പഴയ ഫോട്ടോസ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. ട്വിൻസ് ആയിരുന്നു അല്ലേ? സോ അതുണ്ടെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ട് ഇത് ആഘോഷിക്കാം. പക്ഷെ അതൊരു വിഷിങ് ഉണ്ടാവും എവിടെയായാലും. സത്യം, ശരിയാ. അതിപ്പോ എപ്പോഴായാലും ഒരു മുറിവായിട്ട് അവിടെ ഉണ്ടാവും. യെസ്.